ഞങ്ങളുടെ അലിഗേഷനാണ്, സീരിയസ് അലിഗേഷനാണ്. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയാണ്, പണം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, പണം കിട്ടാനുള്ള പണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ചെയ്യുന്നില്ല. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നികുതി സാർ, കഴിഞ്ഞ പ്രാവശ്യം സാർ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ 2 മണിക്കൂർ 40 മിനിറ്റ് പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നു മുഴുവൻ, ക്ഷമയോടുകൂടി. 2 മിനിറ്റ് കൂടി സംസാരിക്കട്ടെ, 2 മിനിറ്റ് കൂടി സംസാരിക്കട്ടെ. തീരുവല്ല, വേണ്ടാത്തൊരു കാര്യം പറയുന്നില്ല. ഇത് എല്ലാവർക്കും ഗുണമുള്ള കാര്യമല്ല, അറിയണ്ടേ സാറേ? ഇതിന്നൊക്കെ മറികടക്കണ്ടേ? നമ്മൾ മറികടക്കണ്ടേ? ഞങ്ങളിത് നേരത്തെ, എനിക്കുള്ള വിഷമം, ഞങ്ങളിതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഹൗസിൽ. ഞങ്ങൾ ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ കിഫ്ബി എന്ന് പറയും, എന്ത് ബഹളമായിരുന്നു? എവിടെ കിഫ്ബി? 85,000 കോടി രൂപയുടെ കാര്യം പറഞ്ഞിട്ട് എവിടെ പോയി കിഫ്ബി? നമസ്കാരം. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എല്ലാം കൊണ്ടും തികഞ്ഞ വിജയം തന്നെയാണ് VD സതീശൻ. ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കാനും ചോദ്യമുനയിൽ നിർത്താനും VD സതീശനുള്ള കഴിവ് പ്രശംസനീയം തന്നെയാണ്. ഓരോ കാര്യങ്ങളും ഏറ്റവും വ്യക്തമായും കൃത്യമായും അപഗ്രഥിച്ച് പഠിച്ച ശേഷം മാത്രം അവതരിപ്പിക്കുകയും സർക്കാരിന്റെ നെറുകം തലയിൽ ആണിയടിക്കുകയും ചെയ്യുന്ന VD ശൈലി എന്നും അഭിനന്ദനാർഹമാണ്. ഇപ്പോഴിതാ സഭയിൽ VDയുടെ പ്രസംഗത്തിനിടെ ഉന്നയിച്ച ചോദ്യങ്ങളും ആരോപണങ്ങളുമെല്ലാം പിണറായി വിജയനെ ചൊടിപ്പിക്കുന്നവ തന്നെയായിരുന്നു. ഇക്കാലം അത്രയും കണ്ട VDയേക്കാൾ 10 മടങ്ങ് ശക്തനായിരുന്നു ഇന്നലത്തെ VD. പ്രസംഗത്തിനിടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും സംശയം തോന്നി, ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് VDയിൽ പ്രവേശിച്ചുവോ എന്ന് പോലും. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ വേട്ടയാടിയ പിണറായി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച VD സതീശന്റെ പ്രസംഗത്തിലേക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല സാർ. 6 മാസക്കാലത്തെ പെൻഷൻ എവിടെ? നിങ്ങൾ 6 മാസം ആർക്കാ പെൻഷൻ കൊടുക്കാറുള്ളത്? 55 ലക്ഷം പേർക്ക്. ആർക്കാ? അഗതികൾക്ക്, വിധവകൾക്ക്, പ്രായമായവർക്ക്, ഇല്ലേ, ഭിന്നശേഷിക്കാർക്ക്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക്, ഒരു മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക്, പാവങ്ങൾക്കല്ലേ 55 ലക്ഷം പേർക്ക് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ നിങ്ങൾ ഈ കാലഘട്ടത്തിലും ബുദ്ധിമുട്ടിയത്. അത് 55 ലക്ഷം. ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുള്ളത് 45 ലക്ഷം പേർക്ക്. സർ, കേരളത്തിൽ ഇനി ഏത് ക്ഷേമനിധി ബാക്കിയുണ്ട്? എത്ര ക്ഷേമനിധി പൊളിഞ്ഞു? കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 16 മാസമായി കൊടുത്തിട്ട്, 16 മാസം. എന്നിട്ട് മന്ത്രി പറയാ പഞ്ചായത്ത് എടുക്കണോ, ലേബർ ഡിപ്പാർട്ട്മെന്റ് എടുക്കണോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയാണ്. 16 മാസമായിട്ട് നിങ്ങൾ ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല. എല്ലാ ക്ഷേമനിധിയും നിങ്ങൾ എടുത്തു നോക്ക്. അംഗൻവാടി ജീവനക്കാരുടെ ക്ഷേമനിധി, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി സാറെ തകർന്ന് തരിപ്പണമായി. അപ്പൊ അത് 45 ലക്ഷം, മറ്റത് 50 ലക്ഷം. അതേ ഞാൻ പറഞ്ഞത്, ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരകളായി മാറിയ ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട്. എവിടെ? കാരുണ്യ ബെനവലന്റ് സ്കീം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ. സാറേ, എനിക്ക് കുറച്ച് നേരം സംസാരിക്കാം. സ്വകാര്യ ആശുപത്രിയിൽ അത് അറിയാലോ, സാധാരണ പൊതുഭരണത്തിൽ സംസാരിക്കും. സാർ, ഇത് കീഴ്വഴക്കം കൊണ്ടല്ലോ സാറിന്. ഇത് മനസ്സിലാക്കണം. കാരുണ്യ ബെനവലന്റ് സ്കീം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ കാസ്പിന്റെ കാർഡ് എടുക്കുമോ? എത്ര കോടി രൂപയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്? നിങ്ങൾ ജീവനക്കാർക്ക് 19% ഗഡു കൊടുക്കാനുണ്ട്, ഇല്ലേ? DA കുടിശ്ശിക കൊടുക്കാനുണ്ട്. പെൻഷൻകാർക്ക് DA കുടിശ്ശിക കൊടുക്കാനുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുക്കാനുണ്ട്. അടുത്ത ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ശുപാർശ നടപ്പാക്കേണ്ടത് 1/7/2024 ജൂലൈ 1-ാം തീയതി. പേ കമ്മീഷൻ പോലും വെച്ചിട്ടില്ല. കഴിഞ്ഞ പേ കമ്മീഷന്റെ ശുപാർശകൾ പോലും, പരിഷ്കരണ കുടിശ്ശിക പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. 10, 30,000, 40,000 കോടിയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്. നിങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാർ, മാവേലി സ്റ്റോറിൽ ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു, ഒരു സാധനമില്ല, വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല. എത്ര ആയിരം കോടിയാണ് നിങ്ങൾ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത്? സാർ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തിയവർക്ക് സപ്ലൈ കൊടുത്തോ? പൈസ കൊടുത്തോ? പ്രോപ്പറായിട്ട് അവർക്ക് മരുന്ന് വിതരണം നടത്താൻ സാർ പറ്റുന്നുണ്ടോ? KSRTCയുടെ സ്ഥിതി എന്തായി? അത് ബ്രിമ്മിലാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ 1083 കോടി രൂപയുടെ നഷ്ടം മാത്രം, അതായത് ക്യുമുലേറ്റീവ് ലോസ്, ഇത്രയും വർഷക്കാലത്തെ നഷ്ടം മാത്രം ഉണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ ഇന്നത്തെ നഷ്ടം എത്രയാ? 40,000 കോടി രൂപയാണ്. 40,000 കോടി. 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി മേടിക്കാൻ കരാറുണ്ടാക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ നിങ്ങൾ റദ്ദ് ചെയ്തു. 4 രൂപ 29 പൈസ യൂണിറ്റിന് 25 കൊല്ലം മേടിക്കും.
എന്നിട്ട് നിങ്ങൾ ഈ വേനൽക്കാലത്ത് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാമോ? 4 രൂപ 29 പൈസയുടെ കരാർ അഴിമതിയാണെന്ന് പറഞ്ഞ് റദ്ദ് ചെയ്ത് നിങ്ങൾ 8 രൂപ തൊട്ട് 12 രൂപ വരെയാണ് വൈദ്യുതി മേടിച്ച്. ഒരു ദിവസം 10-15 കോടി രൂപയായിരുന്നു ഈ വൈദ്യുതി ബോർഡിന് നഷ്ടം. ആരാണ് സർ ഭരിക്കുന്നത്? അങ്ങനെ ഒരു ഭരണമുണ്ടോ? അതൊക്കെ പഴയ ക്ലീശ വന്ന ചോദ്യം. ഞാനതൊന്നും ചോദിക്കുന്നില്ല. ഏത് വിഷയമാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? ഏത് വിഷയമാണ് സാർ? കാർഷിക മേഖല ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ 50% വരുമാന വർധന ഉണ്ടാക്കുന്ന പറഞ്ഞു കർഷകർക്ക്. 250 രൂപ റബ്ബറിനാക്കുമെന്ന് പറഞ്ഞു. അതിന് കത്തെഴുതി കേന്ദ്രത്തിലേക്ക് 250 ആക്കണം. ഏതെങ്കിലും ഒരു കർഷകന്റെ വരുമാനം കുറഞ്ഞതല്ലാതെ കൂടിയോ? നിങ്ങൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വലിയ വിഷയം, വന്യജീവി ശല്യം ഉണ്ടായി. 10-30 ലക്ഷം ആളുകൾ ഭീതിയിലാണ് വനാതിർത്തികളിൽ. പരിഹരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ തൊഴിലില്ലായ്മ പരിഹരിച്ചെന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം കേരള. എൻ്റെ റേറ്റ് 31% തൊഴിലില്ലായ്മ. സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള രൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്ക് കേരളം വരികയാണ്. സാർ, തീരപ്രദേശത്തെ ജനങ്ങളുടെ വറുതി, മണ്ണെണ്ണ കൊടുക്കാത്ത വിഷയം, അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ആരഡ്രസ് ചെയ്യുന്നു? ആദിവാസി പ്രശ്നങ്ങൾ. നിങ്ങൾ ആദിവാസികളുടെ ഭവന നിർമ്മാണ പദ്ധതി ലൈഫിലേക്ക് ചേർത്തതോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതിയും പൊളിഞ്ഞു, പട്ടികജാതിക്കാരുടെയും പൊളിഞ്ഞു, പട്ടികവർഗക്കാരുടെയും പൊളിഞ്ഞു. സാധാരണഗതിയിൽ ഒരു വർഷം ആ വകുപ്പുകൾ ഉണ്ടാക്കിയിരുന്ന വീടിന്റെ പകുതി വീടുകൾ ഇപ്പോൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ലൈഫ് വഴി പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് വഴി പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ലൈഫിലേക്ക് കൊടുക്കുന്നതിന്റെ എത്ര % പൈസയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ? കഴിഞ്ഞ വർഷത്തെ പ്ലാൻ എന്തായിരുന്നു? നിങ്ങൾ ലോക്കൽ ബോഡിക്ക് പൈസ കൊടുക്കാനുണ്ടോ? ഒന്നാമത്തെ ഗഡു കൊടുത്തു, രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുത്തു. എന്നിട്ട് ഡിസംബറിൽ ഈ ഗഡു രണ്ടാമത്തെ ഗഡു കൊടുത്തോടുകൂടി ട്രഷറിയിൽ പേയ്മെന്റ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അത് കിട്ടാതായി. മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല. ഏതെങ്കിലും കാലത്ത് ഒരു ഗഡു മാത്രം ലോക്കൽ ബോഡിക്ക് ലോക്കൽ ബോഡിയെ നിങ്ങൾ കഴുത്ത് ഞെരിച്ച് കൊന്നിങ്ങനെ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അതിരൂക്ഷമായ, കേരളം ഇതുവരെ കാണാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവുകയാണ്. അത്രമാത്രം കടക്കെണിയിലാണ് നിങ്ങൾ അത് മറികടക്കാൻ വരുമാനം വർദ്ധിപ്പിച്ച് ചെലവ് ചുരുക്കി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയുണ്ടോ? ഒരു കൊല്ലം മുമ്പ് ഈ നിയമസഭയിൽ ഞാൻ പറഞ്ഞതാണ്, 25,000 കോടി രൂപ IGSTയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒരു വർഷം 5,000 കോടി എന്ന്. ശരിയാണ്, നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. ഒരു കൊല്ലമായിട്ട് ഈ IGST തിരിച്ചു പിടിച്ച് ഇപ്പൊ 30,000 കോടിയായി. ആദ്യം എന്നെ കളിയാക്കി 5,000 കോടി എന്ന് ചോദിച്ചു. പക്ഷേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ വന്നു, ഇത്രയും പണം നഷ്ടമായി. 30,000 കോടി IGSTയിലെ സെൻട്രൽ പൂളിൽ കിടക്കുക. കിട്ടാനുള്ള വഴി നോക്കിയോ? വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്ത് മെഷർ എടുത്തു? ഇപ്പൊ GST പുനഃസംഘടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. GST ഇപ്പോഴും അതിന്റെ സ്ട്രക്ചർ റൺ ചെയ്യുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഇന്ത്യയിൽ മൊത്തം ഇതാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ മൊത്തം ഇതല്ല. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞില്ല. പക്ഷേ IGST സെൻട്രൽ പൂളിൽ കിടക്കുകയാണ്. എടുക്കാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഈ സെൻട്രൽ പൂളിൽ കിടക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായം തന്നെ ഇല്ല. രാവിലെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴും ഈ IGST ഇനത്തിൽ കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ഞാൻ തന്നെ ഒരു പഠനം നടത്താൻ വേണ്ടി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതാണ്. അതിനകത്ത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു കണക്ക് ഇങ്ങനെ വരാം എന്ന് ഉള്ള കാര്യം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു കണക്കാണ്. IGSTയുടെ ഭാഗമായിട്ട് നമുക്ക് വരേണ്ട, ഞാൻ രാവിലെ പറഞ്ഞു 10% നമുക്ക് ഇവിടെ വരുമാന വർധന വരുമ്പോൾ IGST വരുമാന വർധന 3% വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി GST കൗൺസിലിൽ പറഞ്ഞു. നേരത്തെ അൺക്ലെയിംഡ് പോർഷനായിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വരേണ്ടത് പലതും വരുന്നില്ല. നമുക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ലത്. ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നതെങ്കിലും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്കും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ടൊരു പൂളിൽ അവിടെ കുറേ പണം കിടക്കുന്നുണ്ട്. ആ പണം ഇങ്ങോട്ട് വരിക എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അങ്ങ് ധാരണക്കുറവ് കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ IGSTയുടെ സമ്പ്രദായം എങ്ങനെയാണ് എന്നുള്ളത് അങ്ങേക്കറിയാം. IGSTയുടെ ഒരു പൂളിൽ നിന്ന് ഇങ്ങോട്ട് പണം വരാത്ത പ്രശ്നമല്ല. GST സമ്പ്രദായത്തിനുള്ള പോരായ്മ കാരണം നമ്മളെപ്പോലുള്ള സ്റ്റേറ്റുകൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല. ഈ പ്രശ്നം ഇത്തരം സ്റ്റേറ്റുകൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ എത്രയാണ് എന്നുള്ള കൃത്യമായ കണക്കില്ല, ഇത്ര കിടക്കുന്നുള്ള കണക്കില്ല. കേരളത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ കിട്ടാനുള്ളത് വ്യാജമായ ബില്ലുകളും മറ്റും വരുന്നതിൻ്റെ പ്രശ്നമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ശരി, ഒരു കണക്കാണത്. അദ്ദേഹം പറയുന്ന ഒരു കണക്കാണ്.
ഞാൻ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഞാൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കണക്ക് പറഞ്ഞതാണ്, സഭയിൽ പറഞ്ഞ. പിന്നെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ പുറത്ത് കാണിച്ചില്ല, അതിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് സെൻട്രൽ പൂളിലേക്കാണ് ഈ പൈസ പോകുന്നത്. നമ്മൾ ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ കംപ്ലൈ ചെയ്താൽ മാത്രമാണ് സെൻട്രൽ പൂളിലേക്ക് പോകുന്ന പൈസ ക്ലെയിം ചെയ്ത് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണല്ലോ പ്രൊസീജിയർ. ആ പൈസ കിട്ടാൻ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. കേരളമാണ് ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ബിസിനസ് നടക്കുന്ന സംസ്ഥാനമാണ്. പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന കൺസ്യൂമർ പോയിന്റിൽ വിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ കൊടുത്തിരിക്കുന്ന ടാക്സ് ഇവിടെ വിറ്റു, ആ സാധനം വാങ്ങിച്ച സാധനം ഇവിടെ വിറ്റു എന്ന് പ്രൂവ് ചെയ്താൽ അവിടെ അടച്ച ടാക്സ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അതല്ലേ? അപ്പോൾ അതിനൊരു ഡിക്ലറേഷൻ വേണം. ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസും ഇപ്പോഴും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ വെറുതെ GST കൗൺസിലാണ് പോയി പറയേണ്ടത്. ദർ ഈസ് എ പ്രൊസീജിയർ, യു ഹാവ് ടു കംപ്ലൈ വിത്ത് ദാറ്റ് പ്രൊസീജിയർ. നിങ്ങളത് ചെയ്തിട്ടില്ല. അത് ചെയ്താൽ അതിന്റെ പണം കിട്ടും. ഞാൻ പറയണത് GST വകുപ്പ് ഡിസ്ഫങ്ക്റ്റ് ആണ്. ഞങ്ങളുടെ അലിഗേഷനാണ്, സീരിയസ് അലിഗേഷനാണ്. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയാണ്. പണം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, പണം കിട്ടാനുള്ള പണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ചെയ്യുന്നില്ല. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നികുതി സാർ, കഴിഞ്ഞ പ്രാവശ്യം സാർ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ 2 മണിക്കൂർ 40 മിനിറ്റ് പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നു മുഴുവൻ, ക്ഷമയോടുകൂടി. 2 മിനിറ്റ് കൂടി സംസാരിക്കട്ടെ, 2 മിനിറ്റ് കൂടി സംസാരിക്കട്ടെ. തീരുവല്ല, വേണ്ടാത്തൊരു കാര്യം പറയുന്നില്ല. ഇത് എല്ലാവർക്കും ഗുണമുള്ള കാര്യമല്ല, അറിയണ്ടേ സാറേ? ഇതിനൊക്കെ മറികടക്കണ്ടേ? നമ്മൾ മറികടക്കണ്ടേ? ഞങ്ങളിത് നേരത്തെ, എനിക്കുള്ള വിഷമം, ഞങ്ങളിതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഹൗസിൽ. ഞങ്ങൾ ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ കിഫ്ബി എന്ന് പറയും, എന്ത് ബഹളമായിരുന്നു? എവിടെ കിഫ്ബി? 85,000 കോടി രൂപയുടെ കാര്യം പറഞ്ഞിട്ട് എവിടെ പോയി കിഫ്ബി? എത്ര? 14,500 കോടിയാ, 15,000 കോടിയാ ചെയ്തിട്ട് നിങ്ങൾ പ്രോജക്റ്റിലേക്ക് പോയതാണ്. നിങ്ങൾ പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ കൊടുത്തു. ഇപ്പൊ ഇതിന്റെ എല്ലാം ബാധ്യത ഈ ധനകാര്യമന്ത്രിയുടെ തലയിലാണ്. പഴയ ധനകാര്യമന്ത്രി നല്ല പണി തന്നിട്ടാണ് പോയത്. അദ്ദേഹം വിചാരിച്ചു ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ സാധാരണ കേരളത്തിൽ UDF ഗവൺമെന്റ് വരും, അപ്പൊ ഞങ്ങളുടെ തലയിൽ ഇരിക്കുമെന്ന് വെച്ചു. ഇത് നിങ്ങളുടെ തലയിൽ തന്നെ വന്നു. കിഫ്ബിയുടെ ബാധ്യത, നിങ്ങൾ പുറത്തുനിന്ന് എടുത്ത കടം, പെൻഷൻ ഫണ്ടിന് വേണ്ടി എടുത്ത കടം കോടാനുകോടി വന്നു. അപ്പം നിങ്ങളുടെ കടമെടുപ്പിന്റെ പരിധിയിലേക്ക് വന്നു. ഞങ്ങളെ ഒബ്ജക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. കിഫ്ബി കൊണ്ടുവന്നപ്പോൾ എക്സ്ട്രാ ബജറ്ററി പർപ്പസിൽ ഇത് ചെയ്താലും ഫൈനലി അത് ബജറ്റിലേക്ക് തിരിച്ചു വരും. അത് സ്റ്റേറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരും, ബജറ്റിന്റെ അകത്തേക്ക് വരും. നിങ്ങൾക്കത് ബാധ്യതയാവും എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആ ബാധ്യത കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുകയാണ്, കടമെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ്. നിങ്ങൾ പറഞ്ഞ 57,600 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. കേരളം മുഴുവൻ നവകേരള സദസ്സിൽ പ്രസംഗിച്ചു. സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തു. ഞാനത് മുഴുവൻ വായിച്ചു നോക്കി. വലിയ പാടാ, ഒരുപാടുണ്ട്. ഒരു സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് 57,600 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. അങ്ങനെ സംഭവമില്ല. അത് നിങ്ങളൊരു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ഇങ്ങനെ കിട്ടുമായിരുന്നു. അതായത് 5 കൊല്ലത്തേക്കാണ് GSTയുടെ കോമ്പൻസേഷൻ. കേട്ടോ സാർ, 5 കൊല്ലത്തേക്കാണ് കോമ്പൻസേഷൻ. പാർലമെന്റ് പാസ്സാക്കിയ നിയമം വാറ്റിലും അങ്ങനെയായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞത് കിട്ടില്ല. എല്ലാവർക്കും അറിയാം കിട്ടില്ല എന്ന്. അപ്പൊ ഇവരുടെ കണക്കാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു 12,000 കോടി. അങ്ങനെയൊക്കെയാണ് കണക്കെഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്നത് എങ്ങനെ? പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ആ പണം എങ്ങനെ കിട്ടുന്നത്? ശരി, ഇത് നമുക്കൊരു പ്ലാൻ വേണം, നമുക്കൊരു സമീപനം വേണം, നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വേണം, അഡ്രസ് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്, ദ മോസ്റ്റ് ഇൻഎഫിഷ്യന്റ് ടീം കേരള ഹാസ് എവർ സീൻ. കേരളം കണ്ട ഏറ്റവും കാര്യപ്രാപ്തി കുറഞ്ഞ ഒരു ടീമാണ് നിങ്ങളുടെ ടീമെന്ന് ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട്. ഇലക്ഷനിൽ പറഞ്ഞു. ഓരോ വകുപ്പ് എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചു. പലരും നിങ്ങളെ മന്ത്രിമാരുടെ കഴിവില്ലായ്മയും അതല്ല, വ്യക്തിപരമായ കാര്യമല്ല, നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇനി ആഗ്രഹം വന്നാൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടാക്കണം, വിസ്മയം ഉണ്ടാക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹത്തിലൊക്കെ തന്നെ വന്നത്. ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇൻഎഫിഷ്യൻസി ടു ദ കോർ. അതാണ് നിങ്ങളുടെ മുഖമുദ്ര, നിങ്ങളുടെ സർക്കാരിന്റെ മുഖമുദ്ര അതാണ്. നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കൊടുത്ത് വായിച്ച ആളിൽ ചിരിക്കും. ഇങ്ങനെ ചിരിപ്പിച്ച് ഞങ്ങളെ മണ്ണ് കപ്പിക്കരുത് എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നിങ്ങൾ ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരാണ്, റൈറ്റ് എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കേരളത്തിനൊരു പ്രയോറിറ്റി ഉണ്ട്, നമ്മൾ വർഷങ്ങളായി കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോവുക, നിങ്ങൾ വേറെ വഴിക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വേറൊന്നും പറയുന്നില്ല.
നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് നല്ലതാണ്. സംസ്ഥാനം അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഞാൻ ഓരോ വകുപ്പെടുത്തും പറഞ്ഞുതരാം. ഓരോ വകുപ്പും നേരിടുന്ന ക്രൈസിസ്. ലംസൺ ഗ്രാൻഡിന്റെ പ്രശ്നം ബഹുമാനപ്പെട്ട പട്ടികജാതി മന്ത്രിക്ക് അറിയാലോ. ഇത്രയും ഒരു ഡിലേ, അവർക്ക് പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് ഇത്രമാത്രം ഒരു ഡിലേ വന്ന കാലം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? കാരണം എന്താ, അത് നമ്മുടെ പ്രയോറിറ്റി ആയിരുന്നു അന്നൊക്കെ. അത് കൊടുത്തിട്ടേ വേറെ കളിക്കുള്ളൂ. സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. അവർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഒരു ആനുകൂല്യം നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി അതല്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഇവിടെ കേരളീയം നടത്തി, ആർഭാടം നടത്തി, ഈ തുലാവർഷ മഴക്കാലത്ത് ചെളിയിൽ ഉത്സവം നടത്തുകയായിരുന്നു. നിങ്ങൾക്ക് നവകേരള സദസ് നടത്തി ആർഭാടം നടത്തുകയായിരുന്നു. നിങ്ങളുടെ അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മാറിപ്പോയി. ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രയോറിറ്റികളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. സാർ, ഈ പൊതുഭരണത്തിനെ സംബന്ധിച്ച മറ്റു വകുപ്പുകളെയും സംബന്ധിച്ച ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തിയായി എതിർക്കുന്നു.